ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ആണെങ്കിൽ മാങ്ങ കടിച്ചു തന്നു. അപ്പോൾ ഗോവിന്ദ്, നിന്റെ ഈ മാങ്ങ തീറ്റ കാണുമ്പോൾ എനിക്കും ഗർഭിണിയാകാൻ തോന്നുക. അത് കേട്ടതും എന്നാൽ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാൽ തിന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വായിൽ മാങ്ങ വെച്ച് കൊടുക്കുക. അപ്പോൾ ഗോവിന്ദ കടിച്ചു തിന്നു കഴിഞ്ഞതും ഗോവിന്ദനും ഭയങ്കര ഛർദ്ദിക്കാൻ വരിക. ഗോവിന്ദ് ഛർദ്ദിക്കുക. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? എന്തൊരു പുളിയാ ഇത്, നീ ഇതെങ്ങനെ തിന്നുന്നേ? അത് കേട്ടതും അതൊക്കെ അങ്ങനെ തിന്നുന്നേ, ഇതിന് ഒരു ഭാഗ്യം വേണം എന്നും ഗീതു. അത് കേട്ടതും ഈശ്വര, പ്രഗ്നൻ്റ് ആയതിലൂടെ നിന്റെ വായിലെ ടേസ്റ്റ് എല്ലാം പോയി എന്നാ തോന്നുന്നേ. മാങ്ങയുടെ പുളിപ്പ് കേൾക്കുമ്പോൾ എനിക്ക് മൊത്തത്തിലൊക്കെ പൂത്ത് കയറുക. അത് കേട്ടതും നമ്മുടെ ഗീതു ചിരിക്കുകയാണ്. അപ്പോഴാണ് വിലാസിനിയുടെ കോള്. കണേട്ടാ ഫോൺ എടുത്തേ, ആരാ നോക്ക്. അപ്പോൾ വിലാസിനിയാ. വിലാസിനിയാണല്ലോ വിളിച്ചോണ്ടിരുന്നത്. ഗീതു നിൻ്റെ അമ്മയെ വിളിക്കുന്നേ. എന്നാലേ കണ്ണേട്ടൻ ഫോൺ ഓണാക്കി സ്പീക്കറിലിട്, ഞാൻ മാങ്ങ തിന്നുന്ന ബിസിയല്ലേ എന്നും ഗീതു. അത് കേട്ടതും ഗോവിന്ദ് സ്പീക്കറിലിട. ആൻറ്റി, ഗീതു ഇപ്പം മാങ്ങ തിന്നുന്ന ബിസിയില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പീക്കറിലിട്ടിരിക്കുക. ആൻറ്റി പറഞ്ഞോ. സാരമില്ല മോനെ, ഇപ്പോഴൊക്കെ അവൾ അങ്ങോട്ട് ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ, ഇനിയുള്ള മാസങ്ങൾ മുഴുവനും എൻ്റെ മോള് ഭയങ്കര ബിസി ആയിരിക്കും. അതുകൊണ്ട് മോൻ വേണം അവളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ, പിന്നെ ഞാനല്ലാതെ ആരാ ആൻറ്റി ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ചിരിച്ചുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ അമ്മ, എന്നാലും അമ്മ ചെയ്തത് ശരിയായില്ല കേട്ടോ. ദേ അമ്മ എന്താ അന്നത്തെ ഫംഗ്ഷന് വരാതിരുന്നത്? എല്ലാവരും ചോദിച്ചു, എല്ലാവരോടും മറുപടി പറഞ്ഞ പ്രിയയ്ക്കും എനിക്കും മതിയായി. അത് കേട്ടതും അത് പിന്നെ മോളെ അത് വരാൻ വേണ്ടി തന്നെയാണ് റെഡിയായി നിന്നേ. പക്ഷെ പോലീസുകാർ ഇവിടുന്ന് പോയപ്പോൾ സമയമായി. വരാൻ വേണ്ടി ഇറങ്ങാൻ നിന്ന നേരത്തല്ലേ പോലീസുകാരുടെ വരവ്. പോലീസുകാരെന്തിനാ വന്നത്? ഒന്നും പറയണ്ട, പോലീസുകാർക്ക് വല്ല പണിയും വേണ്ടേ. അവർ വന്നേച്ചും ഓരോന്ന് ചോദിക്കുമായിരുന്നു ഇവിടെ വന്ന് നിന്നിട്ട് അച്ഛൻ്റെ മിസ്സിങ് കേസിനെ കുറിച്ച്. അച്ഛൻ അമ്പലത്തിലേക്ക് പോയി എന്ന് കത്തയച്ചിട്ട് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യാനാ മോളെ, പോലീസുകാരല്ലേ. അവരോരോന്ന് പറഞ്ഞിങ്ങനെ ഓരോന്ന് ചെയ്യുക. അവരന്വേഷിച്ച് വരാനും മാത്രമുള്ള തെറ്റുകൾ നിൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴേക്കും വിനോദ് വരിക. പിന്നെ വിനോദ് ഓഫീസിലാണെന്ന് പ്രിയയോട് കള്ളം പറഞ്ഞതാ. പോലീസ് എന്നൊക്കെ കേട്ടാൽ അവൾക്കും ടെൻഷനാവും. അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ്, അമ്മ ഫോണും തന്നെ, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയണം. അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ ഇതാക്കിയിട്ട് നമ്മുടെ വിലാസിനി, അതേ ഗീതു മോളെ, അതേ വിനോദിന് നിന്നോട് എന്തോ പറയണമെന്ന് ഞാൻ സ്പീക്കറിലിടാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സ്പീക്കറിലിടുക. എന്താ വിനോദ ചേച്ചി, അമ്മ പറയുന്നൊന്നും കേട്ട് ചേച്ചി വിഷമിക്കേണ്ട. പോലീസുകാർ അവരുടെ ഒരു അന്വേഷണത്തിന് വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കേസ് പിൻവലിച്ചില്ലല്ലോ. കേസ് പിൻവലിച്ചാലല്ലേ അവർ വരാതിരിക്കൂ. ഞാൻ ഇന്ന് പോയി അത് പിൻവലിക്കണം. അത്രയേ ഉള്ളൂ ചേച്ചി, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാനാകെ പേടിച്ചു പോയി. അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ടെൻഷനായി. എന്നാൽ പിന്നെ ശരി അമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക. ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം പിന്നീട് നമ്മുടെ ഗീതു, അതെ ഞാൻ കുളിച്ചിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കുളിക്കാനായിട്ട് പോവുക. എന്നാലും പോലീസുകാരെന്തിനായിരിക്കും അവരുടെ വീട്ടിൽ അന്വേഷണമായിട്ട് ചെന്നത്? എന്തോ ഉണ്ട്, ചോദിച്ചേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഫോൺ എടുത്ത് DYSPയെ വിളിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയും രാധികയുമാണ്. എന്നാലും വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇന്നലെ. അപ്പോൾ കാഞ്ചന, മാമി ഇന്നാ കഞ്ചിവെള്ളോ നീ ഇതിൽ വല്ലതും കലർത്തിയിട്ടുണ്ടോ? കലർത്തിയിട്ടുണ്ട്. അത് കേട്ടതും വരുൺ, അമ്മേ ദേ ഇവളെ വിശ്വസിച്ചിന് മേലെ ഒന്നും കുടിക്കരുത്. ഇവളെ അമ്മ പറഞ്ഞിട്ട് ഇവിടെ വന്നെങ്കിലും ഇവളിപ്പോൾ ഗീതുവിൻ്റെ രേഖയുടെ ആളാ. അവരെന്ത് പറഞ്ഞാലും ഇവള് ചെയ്യും. അയ്യോ ഇല്ല മാമി, ഞാനിതിൽ കലക്കണത് ഉപ്പ് പോട്ട് കഞ്ചിത്തണ്ണി കുടിക്കണമില്ലയാ, അതിനാലതാ ഇത് കലക്കണേ. അത് കേട്ടതും സത്യമാണല്ലോ, ഉപ്പ് തന്നെയാണോ നീ കലക്കിയത്? അതെ, ഉപ്പ് തന്നെയാണ് കലക്കിയത്. എന്നാ കൊണ്ടാ നോക്കട്ടെ എന്നും പറഞ്ഞ് രാധിക കഞ്ഞിവെള്ളം ഒറ്റവലിക്ക് കുടിക്കുക. ഉപ്പ് നാന്താ കലക്കണേ, നാന്ത ഉപ്പിലെ കടക്കാരങ്ക ഏതാവത് കലക്കിയിരിക്കാനേ എനക്ക് തരിയില്ല എന്നും കാഞ്ചന. ഇത് കേട്ടത് രാധിക കാഞ്ചന ഒന്ന് തുറച്ചു നോക്കുക. ഒപ്പം വരുണും. ഈ സമയം രേഖ ആകെ തളർന്ന് അവിടെ നിന്നും വരികയാണ്, താങ്ങി പിടിച്ച്. അതിനുശേഷം സോഫയിൽ വന്നിരുന്നു. എനിക്ക് തീരെ വയ്യ എന്നും പറയുക. അത് കേട്ടതും, അതങ്ങനെ സംഭവിക്കൂ രേഖയെ. നീ ഇന്നലെ രാത്രി എന്നോട് ചെയ്തത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. ഒരിക്കലും ഒരു മരുമക്കളും അമ്മായിയമ്മയുടെ പ്രാക്ക് കേട്ട് നന്നായി ജീവിച്ചിട്ടില്ല. എൻ്റെ പ്രാക്ക് കേട്ട് നീയും ഗീതുവും അനുഭവിക്കും. അത് കേട്ടതും രേഖ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക. ഈ സമയം വരുൺ, രേഖയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അത് കേട്ടതും വരുൺ, പറ്റില്ല, എനിക്കങ്ങനെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് കേട്ടതും രാധികാമ്മേ
വരുണേട്ടൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം രാധികാമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് ഈ കുഞ്ഞിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രാധികാമ്മയുടെ കൂടെ ഒരു ഇതാണോ തീരുമാനമാണോ? ഒരിക്കലും അല്ല രേഖ. നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഞങ്ങളുടെ ഈ അറയ്ക്കൽ തറവാടിൻ്റെ അടുത്ത തലമുറയാണ്. അത് ഈ കുടുംബത്തിൻ്റെ രാജകുമാരനോ രാജകുമാരിയോ ആയിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിന്റെ വയറ്റിലെ കുഞ്ഞിനെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അതിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. ഇവനെ കൊണ്ട് നിന്നെ നോക്കിക്കേണ്ടതും എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ഇവൻ നിന്റെ കുഞ്ഞിനെ അംഗീകരിച്ചിരിക്കും, ഞാൻ അംഗീകരിപ്പിക്കും എന്നും രേഖയ്ക്ക് വാക്കുകൊടുക്കുക. ഇത് കേട്ടതും രേഖയ്ക്ക് ഒരുപാട് സന്തോഷമായി. രാധികാമെങ്കിലും നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് മാധവനും ഗോവിന്ദും ഗീതവും പ്രിയയും കൂടെ ഇറങ്ങിയിരുന്നത്. എടാ മാധവ, ഞങ്ങൾക്ക് പോയല്ലേടാ പറ്റൂ, പോവണ്ടെന്നാണോ ഇവൻ പറയുന്നത്? അല്ല കണ്ണേട്ടാ, ഇവനെ നമ്മളോട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറയുമായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് ഇവന് വേണ്ടുന്ന ഇപ്പോൾ കുറുക്കൊക്കെ മേടിച്ചുകൊണ്ട് വരാം. ഗീതു നീ എന്നെ ഓർപ്പിക്കണേ, ഉറപ്പായിട്ട് ഓർപ്പിക്കാം കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വരിക. ഏട്ടനെന്താ ഗീതുവിനെ കൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണോ? അതേ മോനെ, നീ ഇവളെ കൊണ്ട് ഓഫീസിലേക്ക് പോവുക. അത് കേട്ടതും ഒന്നും മിണ്ടാതെ ഗോവിന്ദും ഗീതു ഇങ്ങനെ നിൽക്കുക. ഏട്ടാ, ഈ ഗീതു വലിയ ശബ്ദത്തിലാണ് വാള് വയ്ക്കുന്ന ശബ്ദം കേട്ട് ആ ഓഫീസിലുള്ളവർ മുഴുവൻ ഇറങ്ങിപ്പോകാതിരുന്നാൽ മതി. നീ എന്താ പറഞ്ഞേ? വാള് വെക്കുന്നോ? മൂക്കറ്റം കുടിച്ച് ലെവലും ഇല്ലാതെ അവിടെ ഇവിടെയും വാള് വെച്ച് നടക്കുന്ന നിന്നെയാണ് അത് പറയേണ്ടത്. നീ തന്നെ അത് പറയണം. എടാ, ഈ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയെ വയറ്റിൽ ചുവന്ന് അവർ അത് നീ പറഞ്ഞല്ലോ ഇപ്പോൾ വാള് വയ്ക്കുന്നു, അതിനൊരു പേരുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ വോമിറ്റിംഗ് എന്ന് പറയും, മലയാളത്തിൽ ഓക്കാനെന്നോ ഛർദിയെന്നോ ഒക്കെ പറയാം. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന വാള് വയ്ക്കല് നിന്നെ പോലുള്ള തരം താഴ്ന്നവർ ചെയ്യുന്നതാ. അല്ലാതെ ഇവരെ പോലുള്ള പെണ്ണുങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. ഈ വാള് വയ്ക്കലല്ലടാ, ഇത് വോമിറ്റിങ്ങാ. ഇതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കുടുംബത്തിൽ പറഞ്ഞ ഞങ്ങൾക്ക് അതിൽ അഭിമാനം. ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നും ഗോവിന്ദ്. അത് കേട്ടതും കണ്ണാ, നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? വരുണിന് നീ കൊടുത്ത മറുപടിയില്ലേ അതിൽ അപമാനിക്കപ്പെട്ടത് ഞാനും കൂടിയാ. അത് കേട്ടതും അതിന് രാധികാമ്മ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എന്തൊക്കെ ഉത്തര പറയുന്നത്? അല്ല കണ്ണേട്ട, നമ്മുടെ കുടുംബം അറയ്ക്കൽ കുടുംബം, വരുണേട്ടൻ്റെ കുടുംബം ഏതാ എന്നും നമ്മുടെ ഗീതുവിൻ്റെ ചോദ്യം. അത് കേട്ടതും വരുണിന് ഉത്തരവില്ല. ഒപ്പം രാധികയും മിഴിച്ചു നിൽക്കുക. ഈ സമയമാണെങ്കിൽ രേഖ, ഞങ്ങൾക്ക് കുടുംബമൊന്നും ഇല്ലല്ലോ ഗീതു, പോസ്റ്റ് ഓഫീസ് മാത്രമേ ഉള്ളൂ എന്നും രേഖ പറഞ്ഞത് കേട്ട് ഗീതുവിന് ചിരി വരിക. ഒപ്പം പ്രിയയ്ക്കും. ഈ സമയം രാധിക, എന്നാലും ഇത്രയ്ക്ക് അപമാനിക്കണ്ടായിരുന്നു ഗോവിന്ദ്. നീ പറഞ്ഞ ഉത്തരത്തിന് ഇവള് വക്കാലത്ത് പിടിച്ച് അവള് മറുപടി കൊടുത്തപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? അതിന് അമ്മ ചോദിച്ച ചോദ്യത്തിന് ഇവൻ മറുപടി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് മറുപടി പറയേണ്ടി വന്നത്, ഇവർക്കും പറയേണ്ടി വന്നത്. അറയ്ക്കലിൻ്റെ മരുമക്കൾ എന്ന നിലയിൽ ഇവർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലമ്മേ എന്നും ഗോവിന്ദ്. ഇത് കേട്ടതും ആകെ നാണം കെട്ട് നമ്മുടെ വരുണും രാധികയും ഇങ്ങനെ നിൽക്കുക. ഈ സമയം എന്നാൽ നമുക്ക് പോകാൻ കണേട്ടാ. പോകാം, എന്നാൽ പ്രിയ കുഞ്ഞിനെ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പ്രിയയുടെ കൈ കൊടുത്ത് അവർ രണ്ടുപേരും അങ്ങ് പോവുക. ഈ സമയം ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അപ്പോൾ രേഖയ്ക്ക് നല്ല തളർച്ച ഉണ്ടല്ലോ, അപ്പോൾ രേഖയും കൊണ്ടാണ് അവർ പോയത്. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. എന്നാലും അവരെന്തൊക്കെയാ പറഞ്ഞത്? ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്നും വരും. അതെ, നിങ്ങൾ രണ്ടുപേരും ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മറന്ന് ഈ കുടുംബത്തിലുള്ളവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതിയിട്ടൊന്ന് സ്നേഹിച്ചു നോക്കിയേ. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും നിങ്ങളെ ചേർത്ത് പിടിക്കും. അല്ലാതെ ഇങ്ങനെ മാറി നിന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ ചിന്തിച്ചാലേ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങ് പോവുക. അപ്പോൾ കാഞ്ചനയും ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. ഈ സമയം കിട്ടിയല്ലോ, അമ്മയ്ക്ക് കിട്ടേണ്ടത് മുഴുവനും കിട്ടിയല്ലോ. ഇതിനൊക്കെയുള്ള തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും, ഉറപ്പായിട്ടും കൊടുത്തിരിക്കും എന്നും ആലോചിച്ചു പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക. ഈ സമയം അവരെല്ലാവരും കൂടെ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ഗീതു, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. നമ്മുടെ അപ്പോയിൻമെൻറ്റിന് ഇനി സമയമുണ്ട് കാണേട്ടാ. നമുക്കേ ചെമ്പകശ്ശേരിയിലോട്ട് പോവാം. എന്നിട്ട് അവിടെ ചെന്ന് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. അത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ തുറച്ചു നോക്കുക. വാ കണ്ണേട്ടാ, പോകാൻ കണ്ണേട്ടാ എന്നൊക്കെ പറയണം. അപ്പോഴാണ് രേഖയ്ക്ക് ആകെ തളർച്ച. എന്താ ഗീതു നീ ഇങ്ങനെ പറയുന്നേ? തളർന്ന് കിടക്കുന്ന രേഖയെ കണ്ടോ? അത് അവളുടെ അസുഖം, അവൾക്ക് എന്താ പറ്റിയെന്നറിയില്ലല്ലോ. പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നതാണെങ്കിലും
വല്ലാത്ത തളർച്ചയുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാം. ഓ, ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അയ്യോ, രേഖച്ചിക്ക് എന്താ പറ്റിയേ എന്നാലോചിച്ചുകൊണ്ട് ഗീതു തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് രേഖ ആകെ തളർന്നു കിടക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗീതു കാറ് നിർത്താൻ പറയുക. കാറിൽ നിന്ന് ഇറങ്ങി രേഖച്ചി എഴുന്നേറ്റ്. പിൻസീറ്റിലിരുന്ന രേഖച്ചിക്ക് ഇനിയും ബുദ്ധിമുട്ടുണ്ടാവും. എണീക്ക്, വേണ്ട ഗീതു, ഞാനിവിടെ ഇരുന്നോളാം, സാരല്ല, എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞ് രേഖയെ എഴുന്നേപ്പിച്ച് മുൻസീറ്റിൽ കൊണ്ടിരുത്തിയിട്ട് ഗീതു പിന്നെ കയറുക. ഇതൊക്കെ കണ്ടപ്പോൾ ഗോവിന്ദന് ഒരുപാട് അഭിമാനം തോന്നുവാണ്. ഈ സമയം നമ്മുടെ രേഖയാണെങ്കിൽ ആശ്വാസത്തോടെ അവിടെ കിടക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഘുറാമിനെയും അജാസിനെയുമാണ്. എന്ത് ചെയ്യാൻ അജാസ്, എനിക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നല്ല ടെൻഷനുണ്ട്. കിച്ചു മരിച്ചത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു ടെൻഷനായിരുന്നു. കിച്ചുവിൻ്റെ മരണം അതത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും ആയില്ല. അവൻ എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും എൻ്റെ മോളുടെ ഭർത്താവല്ലേ, അവനോടുള്ളൊരു സ്നേഹം ഒരു സൈഡ് ബാക്കിയുണ്ട് സാർ. എല്ലാം ശരിയാവും. കിഷോറിൻ്റെ മരണം, അതിൻ്റെ പിന്നിലെ രഹസ്യം ഒന്നും നമുക്കറിയില്ല. എല്ലാം ശരിയാവും. എനിക്കും എൻ്റെ മോൾ എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ജസ്. അതൊന്നും നമ്മൾ പറഞ്ഞാൽ അവർണിക കേൾക്കില്ല. അവർണിക പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർണികയുടെ ജീവിതം ഇനിയും പഴയതുപോലെ സന്തോഷകരമാകണം, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതിന് ഗോവിന്ദ് സാറും ഗീതവും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. എന്തായാലും നമ്മളത് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച? അതെ, ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു മോളെ. അങ്ങനെയൊന്നുമില്ല അവർണിക. സാറേ, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. അതെ, നിങ്ങളുടെ ബാംഗ്ലൂർ കമ്പനിയുടെ പ്രൊജക്റ്റിൽ എനിക്കൊരു സെക്യൂരിറ്റി ജോലിയെങ്കിലും തരണം. അത് പറ്റില്ല, ഡാഡിയെ മുന്നിൽ നിർത്തണം തന്നെയാണ് ഗോവിന്ദ് സാർ പറഞ്ഞിരിക്കുന്നത്. ഇത്തിരി വെയിറ്റ് ചെയ്യും. സാറ് വെറുതെ പറയുന്ന പറഞ്ഞിക്ക, സാറിനെ ഈ റിട്ടയർമെൻറ്റ് ജീവിതം ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്, ആസ്വദിക്കുക എന്നാണ് പറയുന്നത്. അയ്യടാ, ഇത്ര പെട്ടെന്നൊന്നും എൻ്റെ ഡാഡിയെ വയസ്സാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഇനിയും ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണിക നിൽക്കുക. എന്നാൽ നമുക്ക് പോകാം അജാസ്, പോകാം അവർണിക എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ കയറി അങ്ങ് പോവുക. അവർ പോയി കഴിഞ്ഞതും രഘുറാം ഇവൻ തന്നെയാണ് ഇന്ന് രാവിലെ ഈ വീടിൻ്റെ വാതിക്കയിൽ നിന്നും പോയത്. എന്തായിരിക്കും അതിനർത്ഥം? ഇവിടെ ഞാനറിയാതെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? അതെന്തായിരിക്കും? കണ്ടുപിടിച്ചേ മതിയാകൂ എന്നാലോചിച്ചുകൊണ്ട് രഘുറാം ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെയാണ്. രഞ്ജുവും രേഖയും ഗീതവും കൂടെ കാറിൽ. അപ്പം രഞ്ജു ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുക. എൻ്റെ രഞ്ജു ഒന്നും അടങ്ങിയിരിക്കേ ഇല്ല, പറ്റില്ല. ഹായ് ഗായ്സ്, AGMലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെക്കപ്പിന് പോകുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, AGMൻ്റെ മുതലാളി ഗോവിന്ദ് മാധവ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു രംഗം. ഇവിടെ AGMൻ്റെ മുതലാളി ഗർഭിണികളെയും കൊണ്ട് നടക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവർ വരിക. അപ്പോൾ എല്ലാവരും ചിരിക്കുവാണ് കേട്ടോ. ചിരിക്കുന്നുണ്ടപ്പോൾ രഞ്ജു കണ്ടോ എത്ര വ്യൂവേഴ്സ് ഈ ലൈവിൽ വരുന്നേ, എത്ര ലൈക്ക്, എന്തൊരു രസം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ ധ്യാൻ വിളിക്കുക. ഹലോ ധ്യാൻ, ദേ നോക്കിയേ, ഗോവിന്ദേട്ടനെ അരക്കല്ല 3 ഗർഭിണികളെ കൊണ്ട് ഇങ്ങനെ നടക്കുക. ദേ നോക്കിയേ ധ്യാൻ, ഗോവിന്ദേട്ടൻ ഇവിടെ തന്നെയുണ്ട്. എന്തിനാ രഞ്ജു വെറുതെ ഗോവിന്ദേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഗോവിന്ദേട്ടൻ്റെ കൂടെ പോകുന്നത് എനിക്കിഷ്ടം. ഗോവിന്ദേട്ടൻ്റെ കൂടെ പോയി സന്തോഷത്തോടെ ഇങ്ങനെ അടിച്ചു വിളിക്കാൻ നല്ല രസമുണ്ട്. അത് കേട്ടതും എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? നീ പതുക്കെ വന്നത് ധ്യാൻ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനേ ഇവരുടെ കൂടെ പോയി ഇങ്ങനെ ആസ്വദിക്കുക. കാരണം AGMൻ്റെ മുതലാളിയുടെ കൂടെ അങ്ങനെ പോകുന്നത് നല്ലൊരു രസമല്ലേ? ഇത് ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ. നീ പതുക്കെ വന്നാൽ മതി ധ്യാൻ. അങ്ങനെയൊന്നും പറ്റില്ല രഞ്ജു, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുമല്ല, ആൻറ്റിക്ക് ഇപ്പോൾ എവിടെയും കച്ചേരിക്ക് പോകാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു വഴക്ക് രാവിലെ കഴിഞ്ഞതേ ഉള്ളൂ. ചെന്നൈയിൽ ഒരു കച്ചേരി ഉണ്ടായിട്ട് അമ്മ അത് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഞാൻ നിർബന്ധിച്ച് അമ്മയോട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമില്ല. അമ്മയെ അങ്ങനെ കച്ചേരിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല ധ്യാൻ. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഞാനും കൂടെ അങ്ങോട്ട് വരുന്നു എന്ന്. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യ. ദേ നോക്കിയേ, പ്രഗ്നൻസി ടൈമിൽ രേഖേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. രേഖേച്ചിയുടെ തളർച്ചയൊന്നും എനിക്കില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഏതോ ഒരു അനീമിക്കാന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അത് ഏത് വഴിക്ക് പോയി എന്നൊരു പിടിയില്ല. പ്രഗ്നൻ്റ് എന്ന നിലയിൽ ഞാൻ ഫുൾ ആരോഗ്യമുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. അത് കേട്ടതും ഗീതുവിൻ്റെയും നമ്മുടെ രേഖയുടെയും ഗോവിന്ദൻ്റെയും ഒക്കെ മുഖം മാറി. ഈശ്വര, ആ അസുഖം ഒരിക്കലും തിരിച്ചു വരാതിരിക്കട്ടെ. അങ്ങനെ ആ അസുഖം വന്ന് രഞ്ജുവിൻ്റെ ജീവനെടുത്ത അതൊരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതായിരിക്കും. ഞങ്ങളുടെ രഞ്ജുവിനെ ഞങ്ങളോടൊപ്പം തന്നെ വേണം.
അവളെ ഒരിക്കലും ദൈവം തട്ടിയെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഈ പ്രഗ്നൻസി രഞ്ജുവിന് ഇപ്പോൾ ആഘോഷമാണെങ്കിലും നാളെ രഞ്ജുവിനെ അത് മരണത്തിലേക്ക് തള്ളിയിടുവോ? രഞ്ജു മരിച്ചാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കേടുപാടുകളും കൂടാതെ ഗോവിന്ദ് ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുമോ? അങ്ങനെ എത്ര കോടികൾ മുടക്കിയാലും ഒരു കുഴപ്പവും സംഭവിക്കാതെ രഞ്ജുവിനെ തിരിച്ചു പിടിക്കുന്ന അടിപൊളി മുഹൂർത്തങ്ങളിലൊക്കെ ആയി കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.